എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻകാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് വീണ്ടും ഒരു പെൻഷൻ വർധനവ് വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമാകുകയാണ്. കഴിഞ്ഞ ദിവസം മനോരമ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു വീഡിയോയിലൂടെ. അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പെൻഷൻ വർധനവ് ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. 2 മാസം മുമ്പാണ് ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000-ലേക്ക് എത്തിച്ചത്. ഇതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഇനി വലിയ പ്രഖ്യാപനങ്ങളുമായിട്ട് അടുത്ത ബജറ്റ് വരുന്നത്. ജനുവരി 3-ാം ആഴ്ചയിലോ 4-ാം ആഴ്ചയിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ സംസ്ഥാനത്തിന്റെ ബജറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. ഈ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക. ഈ ബജറ്റിൽ തന്നെയായിരിക്കും ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാവുക എന്നുള്ളതാണ് വിവരം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള 2500-ലേക്ക് അതെത്തും. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന 2000 രൂപ 2500 ആകാൻ അധിക താമസമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. കോവിഡ് എല്ലാ മാസവും 100 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 1600-ലേക്ക് എത്തിച്ചത്. 1100-ൽ നിന്നും 1600-ലേക്ക് ഓരോ മാസവും കൂട്ടിക്കൊണ്ടാണ് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2 മാസം 4 മാസത്തിന് ശേഷം വീണ്ടും പെൻഷൻ വർധനവ് എന്നുള്ളത് സാധ്യമാകും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതൊക്കെ പ്രതിസന്ധിയാണ് എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ വർധനവ്, ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുക. കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആധാറിന്റെ കോപ്പി നൽകുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ട് നിലവിൽ 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരെല്ലാം പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യുക. നിരവധി പേർക്ക് അർഹമായിട്ടും പെൻഷൻ അപേക്ഷിക്കാത്തത് കൊണ്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കും ലഭിക്കും മാസം 2000 രൂപ എന്നുള്ളത് എല്ലാ വീട്ടുകാരും മനസ്സിലാക്കുക, അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കുക. അപ്പോൾ അതെല്ലാം മേടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. അടുത്ത പെൻഷൻ വിതരണം ഇനി ജനുവരി മാസത്തിലാണ് ഉണ്ടാകുക. 27-ാം തീയതി, ജനുവരി 27-ാം തീയതി തിങ്കളാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനു മുമ്പ് ഇതിന്റെ ഒരു വിതരണം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ അവസാന ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിലാണ് സംസ്ഥാനത്തിന് 12,000 കോടിയോളം കടമെടുക്കാനുള്ള പരിധിയിൽ നിന്നും 5,900 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. അപ്പൊ ഏത് രീതിയിലായാലും പെൻഷൻ മുടക്കില്ല. കാരണം 4 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.